ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് കീഴിലുള്ള ആശമാരുടെ വേതന വർധനവിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമെന്ന് ആരോപിക്കുന്ന സമരക്കാർ സമരത്തിന്റെ രീതി തന്നെ അക്രമാസക്തമായ നിലയിലേക്ക് മാറ്റാൻ ആഹ്വാനം ചെയ്യുന്ന വാട്സ്ആപ്പ് സന്ദേശം. നിലവിൽ ആശമാർക്ക് ലഭിക്കുന്ന വേതനം പര്യാപ്തമാണോ? അല്ല. വേതന വർധനവെന്ന ആവശ്യം ന്യായമല്ലേ? തീർത്തുമാണ്. ആശാവർക്കർമാരുടെ പ്രവർത്തനം 2005 രാജ്യത്ത് തന്നെ ആരംഭിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജോലിഭാരം 2025 ആകുമ്പോഴേക്കും 30 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വർദ്ധിച്ച ജോലിഭാരത്തിന് അനുസൃതമായ കാലാനുസൃതമായ വർധനവ് രാജ്യവ്യാപകമായി വേതനത്തിൽ ഉണ്ടാകണം എന്നർത്ഥം. 2016 9 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ കേരളത്തിൽ ആശാവർക്കർമാർക്ക് ലഭിച്ചിരുന്ന ഓണറേറിയം 1000 രൂപ. 2025 9 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ വർധനവ് 6000 രൂപ. അതായത് കേരളത്തിൽ നിലവിൽ ലഭിക്കുന്നത് 7000 രൂപ. 60-40 അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട തുകയിൽ 2010 ശേഷം 15 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇൻസെന്റീവ് എത്രയാണ് എന്ന് നോക്കാം നമുക്കിനി. വട്ടപൂജ്യമാണത്. നാരീശക്തിയെക്കുറിച്ച് മിനിറ്റിന് ആവർത്തിക്കുന്ന മോദി സർക്കാർ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ NHMനുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് 40%. രാജ്യത്തുടനീളം തെരുവിൽ കിടക്കുന്ന ആശാ വർക്കർമാരെ തൊഴിലാളികൾ എന്നുപോലും അഭിസംബോധന ചെയ്യാനാകാത്തത് എന്തുകൊണ്ടാണ്? ഈ സ്ത്രീകളെ തൊഴിലാളികളായി പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്തൊരു കേന്ദ്ര ഭരണകൂടം ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട്. ഈ സ്ത്രീകൾ തൊഴിലാളികളാകേണ്ട സന്നദ്ധ പ്രവർത്തകരായാൽ മതിയെന്ന് ശഠിച്ചവർ ആരാണ്? മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ. ഈ സ്കീം വർക്കേഴ്സിന് ഇന്നവർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് നിയമനം നൽകാൻ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ? സംസ്ഥാന സർക്കാരിനെതിരെ സമരക്കാരെ ആയുധമാക്കുന്ന UDF എന്തുകൊണ്ടാണ് 500 രൂപ 1000 ആക്കി ഉയർത്താൻ സമരം ചെയ്തപ്പോൾ ഈ അവകാശങ്ങളൊന്നും അവർക്ക് സ്ഥാപിച്ചു നൽകാതിരുന്നത്? മറ്റ് ജീവനക്കാരെ പോലെ ശമ്പളവും ആനുകൂല്യവും ലഭിക്കണമെന്ന ആവശ്യം നിയമപ്രകാരം നടപ്പിലാക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനുമാകില്ല എന്നതുകൊണ്ട് തന്നെ 2011 അധികാരത്തിൽ വന്ന് 14 മാസം ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകാത്ത UDF സർക്കാരിനെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. സമരപ്പന്തലിലെത്തി കൂട നൽകി ചിത്രമെടുത്തു മടങ്ങിയ കേന്ദ്രമന്ത്രിയോട് എവിടെ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള 100 കോടി, എവിടെ ഞങ്ങളുടെ അവകാശങ്ങളെന്ന് ചോദിക്കാതിരുന്ന ആശമാരെയും ചരിത്രം മറക്കില്ല.